വളരെ പെട്ടെന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ താരമാണ് നടി ശിവദ. ഏറെ ആരാധകരാണ് താരത്തിന് മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി ഉള്ളത്. 37കാരിയായ ശിവദ കുറഞ്ഞ കാലയളവ് കൊണ്ടാണ് മലയാളത്തിലും തമിഴിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന നടിയായി മാറിയത്. ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാണെങ്കിലും നിരവധി നായിക വേഷങ്ങൾ ഇപ്പോഴും ശിവദയ്ക്ക് ലഭിക്കാറുണ്ട്. പൊതുവെ വിവാഹിതയായാൽ നടിമാർക്ക് നായിക വേഷങ്ങൾ വിരളമായി മാത്രമേ ലഭിക്കൂ. എന്നാൽ ശിവദ അക്കാര്യത്തിൽ ലക്കിയാണ്. ആൽബം ഗാനത്തിലൂടെ ശ്രദ്ധേയയായ ശിവദ കേരള കഫേ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ലിവിങ് ടുഗദർ എന്ന ഫാസിൽ ചിത്രത്തിൽ നായികയായി എത്തി. പിന്നീട് തമിഴകത്തും താരം സജീവമായിരുന്നു. തുടർന്ന് സൂസൂതി വാത്മീകത്തിൽ ജയസൂര്യയ്ക്കൊപ്പം നായികയായപ്പോൾ താരത്തെ മലയാള സിനിമ ഏറ്റെടുത്തു. പിന്നീട് ഇടി എന്ന ജയസൂര്യ ചിത്രത്തിലും ശിവദയായിരുന്നു നായിക. ലൂസിഫർ, മൈ സാന്റ, മേരി ആവാസുനോ, 12th മാൻ, ജവാനും മുല്ലപ്പൂവും, 2018 എന്നിവയാണ് ശിവദയുടെ ഹിറ്റായ മറ്റ് സിനിമകൾ. വിനയൻ ചിത്രമായ രഘുവിൻ്റെ സ്വന്തം റസിയ, ദുൽഖർ ചിത്രം സെക്കൻഡ് ഷോ എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ മുരളീകൃഷ്ണനാണ് ശിവദയുടെ ഭർത്താവ്. വിനയൻ ചിത്രമായ രഘുവിൻ്റെ സ്വന്തം റസിയ, ദുൽഖർ ചിത്രം സെക്കൻഡ് ഷോ എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടൻ മുരളീകൃഷ്ണനാണ് ശിവദയുടെ ഭർത്താവ്. 2015 ഡിസംബറിലായിരുന്നു ഇവരുടെ വിവാഹം. ഇരുവർക്കും ഒരു പെൺകുഞ്ഞാണുള്ളത്. നായികയായി അരങ്ങേറും മുമ്പ് ശിവദയെ പ്രേക്ഷകർ കണ്ടത് നിനക്കായി എന്ന മ്യൂസിക് ആൽബത്തിലൂടെയാണ്. ഇന്നും ശിവദയെ കാണുമ്പോൾ എന്തോ മൊഴിയുവാൻ ഉണ്ടാകുമീ മഴയ്ക്കെന്നോട് മാത്രമായി എന്ന് തുടങ്ങുന്ന ആൽബം സോങ് ആരുമൊന്ന് മൂളിപ്പോകും. ഇന്നും പലരുടെയും ഫേവററ്റ് ലിസ്റ്റിലുള്ള പാട്ടാണ് മഴ എന്ന ആൽബത്തിലെ ഗാനം. പാട്ടും അതിലെ നായകനും നായികയും ഹിറ്റാണ്. എന്നാൽ പലർക്കും അറിയാത്ത ഒരു കാര്യം, ഈ വീഡിയോ സോങ് സംവിധാനം ചെയ്തത് നടൻ കൂടിയായ വിനീത് കുമാർ ആണ് എന്നതാണ്. ഇപ്പോഴിതാ ആൽബം സോങ് ഷൂട്ട് സമയത്ത് നടന്ന ഒരു രസകരമായ സംഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശിവദ. ഒരു ടെലിവിഷൻ ഷോയിലാണ് മഴ എന്ന ആൽബത്തിൽ അഭിനയിച്ചതിനെക്കുറിച്ചും വിനീത് കുമാറിനെ കുറിച്ചും ശിവദ സംസാരിച്ചത്. എൻ്റെ ആദ്യത്തെ സംവിധായകനാണ് വിനീതേട്ടൻ. മഴ എന്ന ആൽബത്തിൽ നായകൻ തോളിൽ ചായുന്നതും മടിയിൽ കിടക്കുന്നതായും മാറിൽ ചായുന്നതുമായും ഒക്കെയുള്ള രംഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള രംഗങ്ങളിൽ ഞാൻ അഭിനയിക്കില്ലെന്ന് പറഞ്ഞു. അഭിനയമാണ്, ഇങ്ങനെയൊക്കെയാണെന്ന് വിനീതേട്ടൻ പറഞ്ഞിട്ടും ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞു, ഈ ആൽബം പുറത്തിറങ്ങി നിനക്ക് വല്ല സിനിമയിലും അവസരം കിട്ടി നാളെ വലിയ നടിയായാൽ ആരെയെങ്കിലും കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നതോ ഉമ്മ വയ്ക്കുന്നതോ ഞാൻ കണ്ടാൽ അപ്പോൾ പറയാമെന്ന്. പിന്നീട് പല സിനിമകളിലും കെട്ടിപ്പിടിച്ചൊക്കെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. സിനിമയും അഭിനയവും മനസ്സിലാക്കി തുടങ്ങിയത് പിന്നീടാണ്. പക്ഷേ അന്ന് വിനീതേട്ടൻ പറഞ്ഞത് ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരുമെന്ന് പറഞ്ഞാണ് ശിവദ അവസാനിപ്പിച്ചത്. ഇപ്പോൾ ആൽബം സംവിധായകൻ എന്നതെല്ലാം മാറി സിനിമാ സംവിധായകനാണ് വിനീത്. 2015 ഫഹദ് ഫാസിലിനെ നായകനാക്കി അയാൾ ഞാനല്ല എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് സിനിമാ സംവിധാനത്തിലേക്ക് വിനീത് ഇറങ്ങിയത്. ശേഷം 2022 ടോവിനോയെ നായകനാക്കി ഡിയർ ഫ്രണ്ട് എന്നൊരു സിനിമയും വിനീത് കുമാർ സംവിധാനം ചെയ്തു.